ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69 വിജയശതമാനം. 4,25,563 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 71,831 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. 99.91% വിജയത്തോടെ കോട്ടയം ജില്ലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലാണ്. ലക്ഷദ്വീപിൽ 97.19% പേർ വിജയിച്ചു. അടുത്ത വർഷം മുതൽ സംസ്ഥാനത്ത് SSLC പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തും. പരീക്ഷാ രീതി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് SSLC പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ 15-ാം തീയതി വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. +1 പ്രവേശനത്തിന് ഈ മാസം 16 മുതൽ അപേക്ഷ നൽകാം. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും നടക്കും. ജൂൺ 24-നാണ് +1 ക്ലാസുകൾ തുടങ്ങുക. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ നാളെ ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. www.result.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും PRD വെബ്സൈറ്റ് വഴിയും ഫലമറിയാം. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യോദ്ധ, ഗാന്ധർവം, നിർണയം തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു. ഹിന്ദിയിലും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ, സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ്. സംഗീത് ശിവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിൽ സിവിൽ വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് യാത്രക്കാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിമാന ജീവനക്കാർ കൂട്ടത്തോടെ അസുഖ അവധിയെടുത്ത പശ്ചാത്തലത്തിൽ നിരവധി ആഭ്യന്തര, അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന രാത്രി താപനിലയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യക്തികളും സ്ഥാപനങ്ങളും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വാർഡ് 9-ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ നാളെ കൊന്ന് മറവു ചെയ്യും. പ്രഭവ് കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ണം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും ഈ മാസം 16 വരെ നിരോധിച്ചു. ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി വാർഷിക ആചരണത്തിന് കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ സമാപനമായി. 100ാം സമാധി വാർഷിക ആചരണത്തിന്റെ ഭാഗമായി മഹാഗുരു വർഷം എന്ന പേരിൽ 1 വർഷം നീണ്ട പരിപാടികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ പന്മന ആശ്രമത്തിൽ നടന്ന സമാധി ശതാബ്ദി സഭ മുംബൈ രാമഗിരി ശ്രീരാമദാസ ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന 52 വയസ്സുകാരനെ വെസ്റ്റ് നൈൽ ഫീവർ രോഗത്തിന്റെ ലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ലക്നൌ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 73 റൺസ് എന്ന നിലയിലാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.